സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ച ഒരു വാർത്തയാണ്. എക്സിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ദോഹയിലാണ് സ്ഫോടനം ഉണ്ടായത്. മധ്യസ്ഥ ചർച്ചയ്ക്കിടെയായിരുന്നു സ്ഫോടനം. ഹമാസിനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. IDF and ISA conducted a precise strike targeting the senior leadership of the Hamas terrorist organization എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. അതായത് ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ഖത്തറിൽ ദോഹയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ഖത്തർ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണമല്ല എന്ന് ഇസ്രായേൽ വിശദീകരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിനുള്ള പകരം വീട്ടൽ എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. മുതിർന്ന ഹമാസ് നേതാക്കളെ വധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. അവരെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. IDF-ഉം ISA-യും ചേർന്നുള്ള ഒരാക്രമണമാണ് ഖത്തറിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ സേന അറിയിച്ചിരിക്കുന്നത്. പലതവണ ഉഗ്രസ്ഫോടനം കേട്ടതായി ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. ഖത്തർ സമയം ഏകദേശം 4 മണിയോടുകൂടിയാണ് ആക്രമണം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ ആക്രമണത്തിൽ ഇപ്പോൾ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പശ്ചിമേഷ്യ ഒരു നേരത്തെ ഇറാനിൽ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പിന്നാലെ വീണ്ടും അത് സംഘർഷഭരിതമായി പോകുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഉഗ്ര സ്ഫോടനങ്ങൾ ഈ ഖത്താറ പ്രവേശിയിൽ ഉണ്ടായിരിക്കുന്നത്. 10ഓളം സ്ഫോടനങ്ങളാണ് അവിടെ ഉണ്ടായത്. സ്ഫോടന പരമ്പര തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ IDF സ്ഥിരീകരിക്കുന്ന അനുസരിച്ച് ഹമാസിനെയാണ് ലക്ഷ്യം വെച്ചത്. ഉഗ്ര ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ചില സമാധാന ചർച്ചകൾ അതായിരുന്നു ദോഹയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, ജനവാസ മേഖലയാണ്. അവിടെയൊക്കെ നിരവധി മലയാളികളൊക്കെ താമസിക്കുന്ന ഒരു മേഖലകൾ കൂടിയാണ്. അവിടെയാണ് ഈ ഒരു യോഗം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഇസ്രായേലിന്റെ അറ്റാക്ക് ഉണ്ടാകുന്നത്. 10ഓളം സ്ഫോടനം ഉണ്ടാകുകയും ചെയ്ത് ഇതിലാണ് ഇപ്പോൾ ഹമാസിന്റെ നേതാവ് ഇത്തരത്തിൽ ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. സ്വാഭാവികമായും നമുക്കറിയാം, നേരത്തെ അവർ മുന്നോട്ട് വെച്ച ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. ഗാസയിൽ കൂട്ടക്കുരുതി ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം, ഒപ്പം തന്നെ പട്ടിണി മൂലം നിരവധി കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഉടനടി വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള നിർദ്ദേശം നേരത്തെ ഇരു രാജ്യങ്ങൾക്കും മധ്യസ്ഥ ചർച്ചയിൽ US തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തായിരുന്നു. അതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഈ ബന്ദി കൈമാറ്റങ്ങൾ, അതായത് ഈ ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ അത് കൈമാറ്റം ചെയ്യുക, അവരെ പൂർണ്ണമായും, അതായത് 20ഓളം പേർ ഇപ്പോഴും ജീവനോടെ ഹമാസിന്റെ പക്കലുണ്ട് എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നേരത്തെയൊക്കെ നടത്തുകയും ചെയ്തതാണ്. അവരെയും ഒപ്പം തന്നെ കൊല്ലപ്പെട്ടവരെയും കൈമാറ്റം ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ധാരണ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുല. അത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു സ്ഫോടന പരമ്പര ഉണ്ടാവുകയും ചെയ്ത് അതിൽ ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നിലവിലെ ഈ ദോഹയിലുണ്ടായിരുന്ന അറ്റാക്ക് അത് ഇപ്പോൾ വൈറ്റ് ഹൗസ് അത് മോണിറ്റർ ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഗാസയ്ക്ക് പുറത്ത് തങ്ങളുടെ ആസ്ഥാനമായിട്ട് പൊളിറ്റിക്കൽ ആസ്ഥാനം എന്നുള്ള രീതിയിലാണല്ലോ, പൊളിറ്റിക്കൽ ബ്യൂറോ എന്നാണ് അതിന് ഹമാസ് നൽകുന്ന വിശദീകരണം. ഖത്തറിനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതായിരുന്നുവല്ലോ. അപ്പോൾ അവിടെ ഈ ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നുവല്ലോ. അതിനിടെയാണോ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ എക്സ് ട്വീറ്റിൽ അത്തരം കാര്യങ്ങൾ വന്നിട്ടില്ല. ആക്രമണം നടന്നിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റു വിവരങ്ങൾ അതിനകത്ത് പറയുന്നുമില്ലല്ലോ മിഥുൻ. പക്ഷേ നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്ത് ഖത്തർ പ്രവേശിലായിരുന്നു നേരത്തെ ഈ ഒരു മധ്യസ്ഥ ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. പ്രത്യേകിച്ചൊരു ജനവാസ മേഖലകൾ തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നത്. ഹമാസിന്റെ നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഖത്തറായിരുന്നു ഇതിന് മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം, നേരിട്ടൊരു ആക്രമണം ഇതുവരെയും ഖത്തറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ